PSC സഹചാരിയിലേക്ക് സ്വാഗതം. 2024 മാറിയിട്ടുള്ള പുതിയ SCRTയിലെ ക്ലാസ് 5 സയൻസ് പാഠപുസ്തകമാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലെ ചാപ്റ്റർ 3 ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേര് ജലം നിത്യജീവിതത്തിൽ. അപ്പോൾ ജലവുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങളാണെന്ന് നമ്മൾ നോക്കുന്നത്. PSC ചോദിക്കുന്ന കുറേ ഫാക്റ്റുകളുണ്ട്. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടാൽ അറിയാം. ഓക്കെ, ഇതിപ്പോൾ കാണാത്തവരൊക്കെ അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ക്ലാസ് എടുക്കുന്നതിനിടയിൽ പ്രധാനപ്പെട്ട പോയിൻറ്റ്സൊക്കെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ പ്രാധാന്യം കൊടുത്തിട്ട് പഠിക്കുക. ടീച്ചേഴ്സ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. SCRT ടീച്ചേഴ്സ് ഗൈഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള പോയിൻറ്റ്സുകളും കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഇതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് പുഴവെള്ളത്തിൻ്റെ ശുദ്ധീകരണ ഘട്ടങ്ങളുണ്ട്. 4 എണ്ണമാണ്. അതിനുശേഷം ശുദ്ധജലത്തിൻ്റെ വിതരണ ഘട്ടങ്ങളുണ്ട് അല്ലേ. ആദ്യം പുഴവെള്ളം ശുദ്ധീകരിക്കും, എന്നിട്ട് ആ ശുദ്ധജലം വിതരണം ചെയ്യുന്നത് ജനങ്ങളിലേക്ക്. ഈ ഘട്ടങ്ങൾ നമ്മൾ കറക്റ്റ് ഓർഡറിൽ ഓർത്തിരിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം. PSC ആ ഓർഡർ തെറ്റിച്ച് തന്നിട്ട് ശരിയായിട്ടുള്ള ഓർഡറിൽ എഴുതാൻ പറയും. അങ്ങനെയായിരിക്കും ഉണ്ടാവുക ചോദ്യം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് വലിയ മാലിന്യങ്ങൾ അരിച്ചു മാറ്റുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഘട്ടത്തിൽ ബാക്കി വരുന്ന കുറച്ച് മാലിന്യങ്ങൾ ഉണ്ടാവുമല്ലോ, ചെറിയ മാലിന്യങ്ങൾ, അത് അടിയാൻ അനുവദിക്കും അല്ലേ. ഭാരം കൂടിയ മാലിന്യങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ വെള്ളം നിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ, ഒഴുകുന്നത് തടഞ്ഞിട്ട് എവിടെയെങ്കിലും നിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വലിയ അതിനകത്തുള്ള കുറച്ച് ഭാരം കൂടിയ മാലിന്യങ്ങളൊക്കെ താഴോട്ട് വന്ന് അടിയും. ഇനി മൂന്നാമത്തതിൽ പല തട്ടുള്ള അരിപ്പകൾ കൊണ്ട് അരിച്ചു മാറ്റുന്നു. ഇനി നാലാമത്തതാണെങ്കിൽ രോഗാണുക്കളെ എന്തെങ്കിലും കെമിക്കൽസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ചിലപ്പം നശിപ്പിക്കും അല്ലേ. ഇനി അഞ്ചാമത്തേതാണെങ്കിൽ ഈ രോഗാണുക്കളൊക്കെ നശിപ്പിച്ച ഒരു ശുദ്ധജലം ഉണ്ടാവും. ആ ശുദ്ധജലത്തിനെ ടാങ്കിൽ സംഭരിക്കും. എന്നിട്ട് ആറാമത്തെ ഘട്ടത്തിൽ ആ സംഭരിച്ച ടാങ്കിലുള്ള ആ വെള്ളത്തിനെ വീടുകളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് ജലം നമ്മുടെ ശരീരത്തിൽ മനുഷ്യ ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്. ഈ ഓരോ അവയവങ്ങളിലും എത്ര ശതമാനത്തോളം ജലമുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇതും PSC ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പോൾ തലച്ചോറിൽ 73% ജലമാണ്. ഒക്കെ ചിലപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടായിരിക്കും തരിക. അപ്പോൾ ഈ നമ്പറുകളൊക്കെ നമ്മൾ ഓർത്തിരിക്കണം. അതേമാതിരി രക്തത്തിൽ 94% ജലമുണ്ട്. വൃക്കയിൽ 79% ജലമാണുള്ളത്. ഇനി പേശിയാണെങ്കിലും ഹൃദയമാണെങ്കിലും 75% ജലമുള്ളത്. അതുപോലെ ശ്വാസകോശം അതിൻ്റെ 83% ജലമാണ്. അതുപോലെ അസ്ഥികൾ നമ്മുടെ ശരീരത്തിലെ അസ്ഥികളിൽ 31% ജലമാണെന്നുള്ളതും ഓർത്തിരിക്കുക. ഇനി മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാന ഘടകമാണ് ജലം. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ജലം ആവശ്യമാണ്. അടുത്തത് ജലം സസ്യങ്ങളിൽ എന്തൊക്കെ ധർമ്മങ്ങളാണ് വഹിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ പോയിൻറ്റ്സൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റ് സസ്യഭാഗങ്ങളിൽ എത്തിക്കുന്നതിന് ആഹാരം ഇലകളിലാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കറിയാം. എന്നിട്ട് ആ ഇലകളിൽ നിന്ന് ആ ആഹാരം ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് എത്തിക്കണമല്ലോ. അപ്പം അതിന് ഈ ജലം ആവശ്യമാണ്. പിന്നെ പ്രകാശ സംശ്ലേഷണത്തിന് ജലം ആവശ്യമാണ്. അതുപോലെ ആഗിരണം ചെയ്ത ലവണങ്ങൾ ഇലകളിൽ എത്തിക്കുന്നതിന്, അതായത് വേരാണ് ഈ ലവണങ്ങളൊക്കെ ആഗിരണം ചെയ്യുക. ഈ വേരിലുള്ള ഈ ലവണങ്ങളെ ഇലകളിൽ ഏറ്റവും മേലെ എത്തിക്കണമല്ലോ. അപ്പം അതിനും നമുക്ക് ജലം ആവശ്യമാണ്. അതുപോലെ സസ്യ ശരീരത്തിൻ്റെ ഘടന നിലനിർത്തുന്നതിനും ജലം ആവശ്യമാണ്. അടുത്തൊരു കുട്ടി പറയുന്നത് നോക്കുക. നിറവും മണവും ഇല്ല, അപ്പോൾ ശുദ്ധജലമായിരിക്കും അല്ലേ. ചിലപ്പോൾ PSC ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരാം, ശരിയോ തെറ്റോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇത് തെറ്റാണ് നമുക്കറിയാം അല്ലേ. നമ്മൾ ജലം നമുക്ക് തന്നെ അറിയാം. നമ്മൾ നിറവും മണവും മാത്രം നോക്കിയിട്ടല്ല ജലം നല്ലതാണോ നോക്കുന്നത്. നമുക്കറിയാം ശുദ്ധജലത്തിന് നിറവും ഇല്ല മണവും ഇല്ല എന്നറിയാം. പക്ഷെ അത് മാത്രമല്ല അതൊരു ശുദ്ധജലമാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ബാക്ടീരിയ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ. അതിൻ്റെ അകത്ത് ആ ഒരു ശുദ്ധജലത്തിൻ്റെ എല്ലാ ലവണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതും നമ്മൾ ചെക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ അതാണ് അടുത്ത പോയിൻ്റ്. ഇത് നമ്മുടെ ടീച്ചേഴ്സ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. SCRT ടീച്ചേഴ്സ് ഗൈഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള പോയിൻറ്റ്സുകളും കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ശുദ്ധജലം തെളിഞ്ഞതായിരിക്കണം അല്ലേ, നമുക്കറിയാം. അടുത്തത് നിറം, മണം എന്നിവ ഉണ്ടാകില്ല. നിറവും ഉണ്ടാവില്ല, മണവും ഉണ്ടാവില്ല. പിന്നെ തെളിഞ്ഞതായിരിക്കും. പിന്നെ രോഗാണുക്കൾ, അപകടകാരികളായ രാസവസ്തുക്കൾ എന്നിവ ഉണ്ടാകരുത്. ഗുണകരമായ ധാതു ലവണങ്ങൾ ലയിച്ചു ചേർന്നിട്ടുണ്ടാകണം.
ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ അത് ശുദ്ധജലമാണെന്ന് നമുക്ക് പറയാം അല്ലേ. ഇനി അടുത്തത്, ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത് അല്ലേ. നമ്മളെല്ലാവരും സോഡ ഒരിക്കലെങ്കിലൊക്കെ ഒന്ന് കുടിച്ച് നോക്കിയവരായിരിക്കും അല്ലേ, അതിൽ നമ്മൾ സോഡയെ പറ്റി അറിയുന്നവരായിരിക്കും. അപ്പോൾ ഈ സോഡേൻ്റെ അകത്ത് ജലമാണ് നമുക്കറിയാം, അതിൻ്റെ അകത്ത് ഈ കാർബൺ ഡൈ ഓക്സൈഡും കൂടി നിറയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ സോഡ കുപ്പി തുറക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കൊണ്ടാണ് കുമിളകൾ ഉണ്ടാകുന്നത് അല്ലേ. നമ്മൾ സോഡേൻ്റെ അടപ്പ് തുറക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഗ്യാസിൻ്റെ പുറത്തേക്ക് പോകുന്ന സൗണ്ട് നമ്മൾ കേൾക്കില്ലേ അല്ലേ, അത് കാർബൺ ഡൈ ഓക്സൈഡാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഈ കുമിളകളും താഴത്തുനിന്ന് മേലോട്ട് വരുന്നത് കാണാം. അത് ഈ ജലത്തിൻ്റെ അകത്തൊക്കെ ലയിച്ച് ചേർന്നിട്ടുള്ള ഈ കാർബൺ ഡൈ ഓക്സൈഡാണ് പുറത്തേക്ക് വാതകമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഈ ലയിച്ച് ചേരുന്ന വസ്തുവിനെ ലീനം എന്നും, അതായത് ഇപ്പോൾ നമ്മുടെ സോഡേൻ്റെ കേസിലാണെങ്കിൽ അവിടെ എന്താണ് ലയിപ്പിച്ചത്, കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡാണ് ലീനം. എന്തിലാണോ ലയിച്ച് ചേരുന്നത് ആ വസ്തുവിനെ ലായകം എന്നും പറയുന്നു. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് എന്തിലാണ് ലയിച്ച് ചേർന്നത്, ജലത്തിലാണ് അല്ലേ. അതായത് ജലമാണ് കൂടുതലുള്ളത്. അപ്പോൾ ആ കൂടുതലുള്ള എന്തിലാണോ ലയിച്ച് ചേർന്നത് ആ വസ്തുവിനെയാണ് ലായകം എന്ന് പറയുന്നത്. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി. അതായത് സോഡ എന്ന് പറയുന്നത് ഒരു ലായനിയാണെന്ന് നമുക്ക് പറയാം. ആ ലായനിയിൽ ലീനമാണ് കാർബൺ ഡൈ ഓക്സൈഡ്, ലായകമാണ് എന്ത്, ജലം. ഓക്കെ, അപ്പോൾ ഈ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. PSC ഇത് ചോദിക്കും, എന്തിലാണോ ലയിച്ച് ചേരുന്നത് അതാണ് ലീനം എന്നൊക്കെ പറഞ്ഞ് മാറ്റിയൊക്കെ തരും, ശരിയോ തെറ്റോ എന്നൊക്കെ ഉള്ള രീതിയിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടായിരിക്കും ചോദിക്കുക. ഇനി അടുത്തത്, ചില ലായനികൾ തരും, എന്നിട്ട് അതിൻ്റെ അകത്ത് ലീനം ഏതാണ് ലായകം ഏതാണെന്ന് നമ്മളോട് ചോദിക്കും. ഓക്കെ, അപ്പോൾ പഞ്ചസാര ലായനിയിൽ നമുക്കറിയാം ജലമാണ് കൂടുതലുള്ളത്, അതിൻ്റെ അകത്തേക്ക് പഞ്ചസാര ചേർത്തിട്ടാണ് പഞ്ചസാര ലായനി ഉണ്ടാക്കുന്നത്. അപ്പം ലീനം പഞ്ചസാരയും ലായകം വെള്ളവുമാണ്. പിന്നെ സോഡേൻ്റെ കാര്യം നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. ലീനം എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്, ലായകം എന്ന് പറയുന്നത് എന്താണ്, വെള്ളമാണ്. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുണ്ട്, അതിനാൽ ജലത്തെ സാർവിക ലായകം എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ജലത്തിന് പല വസ്തുക്കളെയും അല്ലെങ്കിൽ കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുള്ളതുകൊണ്ടാണ് സാർവിക ലായകം എന്നുള്ളൊരു പേര് കൊടുത്തത്. അപ്പോൾ PSC ചോദിക്കാറുണ്ട്, സാർവിക ലായകം എന്നറിയപ്പെടുന്നത് ആ ജലമാണ് അല്ലേ. പിന്നെ ആ ഒരു വേർഡ് തെറ്റിപ്പോരുത്, യൂണിവേഴ്സൽ സോൾവെൻ്റ് അല്ലേ, അതായത് ലായകമാണ്. സാർവിക ലായനി എന്നൊക്കെ പറഞ്ഞു തരും, അല്ലെങ്കിൽ സാർവിക ലീനം എന്നൊക്കെ പറഞ്ഞു തരും, മാറിപ്പോരുത്, സാർവിക ലായകം എന്നാണ് കേട്ടോ. ഇനി അടുത്തത്, പല ഷേപ്പിലുള്ള ബോട്ടിലുകൾ നമുക്കിത് കാണാം അല്ലേ, കുപ്പികൾ നമുക്ക് കാണാം, അല്ല പാത്രങ്ങൾ കാണാം അല്ലേ. ഈ പാത്രത്തിൻ്റെ അകത്തൊക്കെ ജലം ഒഴിക്കുമ്പോൾ ആ ജലത്തിന് ആ ഒരു ആകൃതി കൈവരിക്കും. അതായത് ജലത്തിനൊരു ആകൃതി ഇല്ല, അല്ലെങ്കിൽ അത് ജലം ഏത് പാത്രത്തിലാണോ ഒഴിക്കുന്നത് ആ പാത്രത്തിൻ്റെ ആകൃതി കൈവരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജലത്തിന് ഒരു പ്രത്യേക ആകൃതി ഇല്ല. അടുത്ത് നമുക്ക് ജലത്തിൽ ലയിക്കുന്നവയും ലയിക്കാത്തവയും ചില ഉദാഹരണങ്ങൾ നോക്കാം. ഇത് നമ്മുടെ ടീച്ചേഴ്സ് ടെക്സ്റ്റിലുള്ള ഒരു ടേബിളാണ്. ഇതിൽ ചിലതൊക്കെ നമുക്ക് അറിയുന്നതായിരിക്കും, ചിലത് നമുക്ക് കൺഫ്യൂസിങ് ആവുന്നതായിരിക്കും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. PSC എപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട് SCRT ആയതുകൊണ്ട്. അപ്പം നമുക്ക് ഹോളിൽ വെച്ചിട്ട്, എക്സാം ഹോളിൽ വെച്ചിട്ട് മാറിപ്പോവാതെ നോക്കുക. പഞ്ചസാരയും ഉപ്പും നമുക്കറിയാം ലയിക്കുന്നവയാണ്. പിന്നെ വിനാഗിരി, അപ്പക്കാരം, സോപ്പ് പൊടി ലയിക്കും. അതുപോലെ തുരിശ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഈ രണ്ടൊന്ന് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ ചിലപ്പോൾ നമ്മളധികം ഇങ്ങനെ കേൾക്കാത്തൊരു സംഭവമാണ്. അപ്പം ഇത് രണ്ടും ജലത്തിൽ ലയിക്കുന്നതാണ്. ഇനി ജലത്തിൽ ലയിക്കാത്തവയ്ക്ക് 4 ഉദാഹരണങ്ങളാണ് കൊടുത്തിട്ടുള്ളത്: മണ്ണെണ്ണ, വെളിച്ചെണ്ണ, മെഴുക്, കർപ്പൂരം. ഇനി അടുത്തത് ലായനികൾ പലതരത്തിൽ. അപ്പോൾ 4 തരത്തിലുള്ള ലായനികളാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഖരം ദ്രാവകത്തിൽ ലയിച്ചത് അല്ലേ. ഉദാഹരണം ഉപ്പ് വെള്ളം. അതായത് വെള്ളം എന്ന് പറയുന്നത് ഒരു ദ്രാവകമാണ്, ഉപ്പ് എന്ന് പറയുന്നത് ഖരമാണ്. അപ്പം അതുകൊണ്ടാണ് ഒരു ഖരം ദ്രാവകത്തിൽ ലയിച്ചത് എന്നുള്ള ടൈപ്പ് ആ ഒരു ലായനി. ഓക്കെ, ഇനി അടുത്തത് വാതകം ദ്രാവകത്തിൽ ലയിച്ചത്. ഉദാഹരണം സോഡാ വെള്ളം അല്ലേ. അതായത് ഇവിടെ വെള്ളമാണ് ദ്രാവകമായിട്ട് എടുത്തത്, വാതകം ഏതാണ്, കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. ഇനി മൂന്നാമത്തേത് 2 ദ്രാവകങ്ങൾ ലയിച്ചത്. അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് ജലമാണ്, അതിൻ്റെ അകത്തേക്ക് കുറച്ച് വിനാഗിരി ഉപയോഗിക്കുന്നു. അതായത് വിനാഗിരിയും ജലവും 2 ദ്രാവകങ്ങൾ ലയിച്ചിട്ടുള്ള ഒരു ലായനിയാണ് അല്ലേ. ഇനി അടുത്തത് 2 ഖരവസ്തുക്കൾ ലയിച്ചത്. അതായത് ലോഹങ്ങൾ ഉരുക്കിയുണ്ടാക്കുന്ന സങ്കര ലോഹങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ അലോയിസ് എന്ന് പറയില്ലേ. 2 ലോഹങ്ങൾ കൂട്ടിച്ചേർത്ത് മൂന്നാമതൊരു കുറച്ചും കൂടി ഗുണങ്ങൾ കൂടിയിട്ടുള്ള ഒരു അലോയി ഉണ്ടാക്കുക. അതായത് ഉദാഹരണമാണ് സ്വർണം, അതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീൽ, പിച്ചള, ഓട്, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ഇതൊക്കെ 2 ഖരവസ്തുക്കൾ അല്ലെങ്കിൽ എന്താണ് 2 മെറ്റൽസ് ചേർത്തിട്ട് ഉണ്ടാക്കിയതാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പം അങ്ങനെ ഒരു 4 ടൈപ്പ് ലായനികളുണ്ട്. അപ്പോൾ ഇതൊക്കെ PSC ചേരുംപടി ചേർക്കാനൊക്കെ ആയിട്ട് ചോദിക്കാം. ഓക്കെ, ഇത് ഓർത്തിരിക്കുക.
ഇനി അടുത്തത് എന്താണ് നമ്മുടെ ഈ ലയനം അല്ലേ, നമ്മുടെ ലീനം ലായകത്തിൽ ലയിക്കുന്നുണ്ടല്ലോ, ആ ഒരു ലയന സ്വഭാവത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് PSC ചോദിക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ അത് നിങ്ങൾ ഓർത്തിരിക്കുക. പഞ്ചസാര പൊടിക്കുമ്പോൾ അതിൻ്റെ പ്രതല വിസ്തീർണം കൂടുന്നു, വേഗത്തിൽ ജലവുമായി കൂടിച്ചേർന്ന് ലയനം നടക്കുന്നു. അതായത് ഇപ്പോൾ നമ്മൾ പഞ്ചസാര വെള്ളത്തിലിടുന്നതും പഞ്ചസാര പൊടിച്ച് വെള്ളത്തിലിട്ടാലും അതിലിപ്പോൾ ഏതിലാണ് പെട്ടെന്ന് ലയിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര പൊടിച്ചിട്ടതിനാണ് പെട്ടെന്ന് ലയനം സംഭവിക്കുക. കാരണം അതിൻ്റെ പ്രതല വിസ്തീർണം കൂടുതലായിരിക്കും. ഏതിന് നമ്മൾ വിചാരിക്കും വലിയ പഞ്ചസാര ധരിക്കുകയാണ് പ്രതല വിസ്തീർണം കൂടുക എന്നുള്ളത്. അങ്ങനെയല്ല, ഈ പഞ്ചസാര പൊടിച്ച് വരുമ്പോൾ അതിൻ്റെ പ്രതല വിസ്തീർണ്ണമാണ് കൂടുതലുണ്ടാവുക എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ പ്രതല വിസ്തീർണം കൂടിയാൽ ലയനം കൂടും എന്നുള്ള ഒരു പോയിൻ്റ് ഓർക്കുക. ഇനി രണ്ടാമത്തെ കേസിൽ പഞ്ചസാര വെള്ളത്തിലിട്ട് ഇളക്കുമ്പോഴും ജലവുമായുള്ള സമ്പർക്കം വേഗത്തിലാവുന്നു, ലയനം വേഗത്തിൽ നടക്കുന്നു. അതിപ്പോൾ പഞ്ചസാര വെറുതെ വെള്ളത്തിലിട്ടാൽ അത് കുറച്ച് നേരം കഴിഞ്ഞ് അങ്ങനെ ലയിച്ച് പോകും. അതല്ല, നമ്മൾ പഞ്ചസാര വെള്ളത്തിലിട്ട് ഇളക്കിയാൽ അത് പെട്ടെന്ന് ലയിക്കും. അതാണ് ഇവിടെ പറയുന്ന പോയിന്റ്. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു ഇളക്കം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ലയനം വേഗത്തിലാവും എന്നുള്ള പോയിന്റ് ഓർത്തിരിക്കുക. ഇനി അടുത്ത മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് താപനില. ഓക്കെ, താപനില ഉയരുന്നത് മൂലം ദ്രാവക തന്മാത്രകൾ കൂട്ടിമുട്ടൽ വേഗത്തിലായി ലയന വേഗതയും വർദ്ധിക്കുന്നു. അതായത് ഇപ്പോൾ നമ്മളൊരു ജലത്തിലേക്ക് ഒരു മഷി ഒഴിക്കുന്നു, പിന്നെ വേറൊരു പാത്രത്തിൽ നമ്മൾ ചൂടുവെള്ളം എടുക്കുന്നു, അതിൻ്റെ അകത്തേക്കും കുറച്ച് മഷി ഒഴിക്കുന്നു. അപ്പോൾ ഈ ചൂടുവെള്ളത്തിലുള്ള മഷി പെട്ടെന്ന് ലയിക്കും. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ കാരണമാണ്. എന്താണ്, താപനില കൂടുമ്പോൾ ദ്രാവക തന്മാത്രകൾ കൂട്ടിമുട്ടൽ വേഗത്തിലാവും, ലയനവും വേഗത്തിൽ സംഭവിക്കും. അപ്പോൾ ഈ 3 പോയിന്റുകൾ ഓർത്തിരിക്കുക. പ്രതല വിസ്തീർണം കൂടുമ്പോൾ, പിന്നെ ഇളക്കുമ്പോൾ, പിന്നെ താപനില കൂടുമ്പോൾ, ഇതൊക്കെ ലയനം വേഗത്തിലാക്കാൻ സഹായിക്കുന്നു. ഇനി അടുത്തത് ജലം പല രൂപത്തിൽ. നമുക്കറിയാം ജലത്തിൻ്റെ വേറെ 2 രൂപങ്ങളാണ്, ഒന്ന് ഐസ് പിന്നെ ഒന്ന് നീരാവിയാവുന്നത് അല്ലേ. ജലം ഒരു 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തുമ്പോഴാണ്, താപനിലയിലേക്ക് എത്തുമ്പോഴാണ് എന്താണ് ഒരു ഖരാവസ്ഥയിലേക്ക് മാറുന്നത്, അല്ലെങ്കിൽ ഐസായിട്ട് മാറുന്നത്. അതുപോലെ ജലം എന്താണ് നീരാവിയായിട്ടും അല്ലെങ്കിൽ എന്താണ് ബാഷ്പീകരിച്ചിട്ട് ആ ഒരു നീരാവി ഉള്ള രൂപത്തിലേക്കും മാറുന്നുണ്ട്. ഇനി ഈ ജലത്തിൻ്റെ താപവാഹക ശേഷി പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ചികിത്സാ രംഗത്ത് ആവി പിടിക്കാൻ നമ്മൾ ജലത്തിൻ്റെ എന്താണ് അതൊരു താപവാഹക ശേഷിയാണ് ഉപയോഗിക്കുന്നത് അല്ലേ. ജലം നീരാവിയാവുന്നു, ആ നീരാവിയിലുള്ള താപമാണ് നമ്മൾ ആവി പിടിക്കാൻ ഉപയോഗിക്കുന്നത്. ഇനി വേദന കുറയ്ക്കാൻ, അതായത് പേശികൾ റിലാക്സ് ആകാനൊക്കെ നമ്മളെന്താണ് ചൂട് പിടിക്കാറുണ്ട് അല്ലേ, വീട്ടിൽ ചൂട് പിടിച്ച് കൊടുക്കാറുണ്ട്. തുണി വെള്ളത്തിൽ മുക്കിയിട്ട് ചൂട് ശരീരത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്. ഇനി അടുത്ത വ്യവസായ രംഗത്ത് ഡിസ്റ്റിലേഷൻ, അണുവിമുക്തമാക്കൽ, രാസപ്രവർത്തനങ്ങൾ, ഇതിനൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ഈ ജലം ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചൂടാക്കിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഭക്ഷണ പദാർത്ഥങ്ങൾ ആവിയിൽ വേവിച്ചെടുക്കുന്നത് അല്ലേ, നമ്മൾ പുട്ട് പിന്നെ അതുപോലെ ഇഡ്ഡലി, ഇതൊക്കെ എന്താണ് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ്. പിന്നെ അതുപോലെ നമ്മൾ എൻജിൻ ചൂടാകുമ്പോഴൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ചൂടായ ചായ തണുക്കണമെങ്കിലൊക്കെ വെള്ളത്തിൽ വെക്കുന്നത്, ഇതൊക്കെ എന്താണ് ഈ ജലം എന്താണ് ഈ താപം ആഗിരണം ചെയ്യാനുള്ള അതിൻ്റെ കപ്പാസിറ്റി കൂടുതലാണെന്നുള്ളതിൻ്റെ മറ്റൊരു ഉദാഹരണങ്ങളാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അടുത്തത്, ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ ബാഷ്പീകരണം അല്ലെങ്കിൽ വേപ്പറൈസേഷൻ എന്ന് പറയുന്നു. ഓക്കെ, അതായത് ദ്രാവകത്തിൻ്റെ ഉപരിതലം, അതിലെ ചെറുകണികകൾ അതിന് ചുറ്റുള്ള ഭാഗത്തേക്ക് വ്യാപിക്കുന്നതിനെയാണ് ബാഷ്പീകരണം എന്ന് പറയുന്നത്. ചൂടാകുമ്പോൾ ബാഷ്പീകരണത്തിൻ്റെ തോത് വർദ്ധിക്കും. ഓക്കെ, ആ പോയിന്റ് ഓർത്തിരിക്കുക. ചൂടാകുമ്പോൾ, അതായത് ദ്രാവകം ചൂടാക്കുമ്പോൾ എന്താണ് അതിൻ്റെ ബാഷ്പീകരണ തോത് വേഗത്തിൽ നടക്കും. ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നു. അതാണ് നമ്മൾ കീ പോയിന്റ്. നമ്മൾ വിചാരിക്കും 100 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ മാത്രമാണ് ബാഷ്പീകരണം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നീരാവിയായി മാറുന്നത്. അങ്ങനെയല്ല, ബാഷ്പീകരണം എന്ന് പറയുന്നത് എല്ലാ താപനിലയിലും നടക്കും. പക്ഷേ ചൂടാക്കുമ്പോൾ എന്താണ് ഈ ബാഷ്പീകരണത്തിൻ്റെ തോത് കൂടുതലാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ് ജലം. എന്നുള്ളത് ഓർത്തിരിക്കുക. നമ്മൾ വിചാരിക്കും ഇപ്പോൾ ജലം മാത്രമാണോ, വേറെ ഏതെങ്കിലും വസ്തുക്കളൊക്കെ ഉണ്ടോ എന്നൊക്കെ വിചാരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരുമ്പോൾ. ഓർത്തിരിക്കുക, ഏക പദാർത്ഥമാണ്, അത് ജലമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അടുത്ത് ജലനിരപ്പ് എന്നുള്ളൊരു പോർഷനാണ്. ഓക്കെ, നമ്മൾ കെട്ടിട നിർമ്മാണത്തിനൊക്കെ ലെവൽ ട്യൂബ് എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കാറുണ്ട് അല്ലേ, അതിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ലെവൽ ട്യൂബിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിയാൽ അറിയാം, അതിൻ്റെ അകത്ത് വെള്ളം നിറച്ചിട്ടുണ്ടാവും അല്ലേ. എന്നിട്ട് ഈ വെള്ളത്തിൻ്റെ അളവ് 2 അറ്റത്തും ഒരേപോലെ ആണോ എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് ഇവർ ഈ ലെവലാക്കുന്നത് അല്ലേ. കെട്ടിട നിർമ്മാണത്തിൽ കല്ലുകളൊക്കെ വെക്കുന്നത്
അപ്പം ഇത് വേറൊരു പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിലും എന്താണ്, ഈ 3 പാത്രങ്ങൾ വ്യത്യസ്ത വലുപ്പം അല്ലെങ്കിൽ ആകൃതിയിലുള്ള 3 പാത്രങ്ങൾ എടുക്കുന്നു. എന്നിട്ട് അതിനെ മൂന്നിനെയും അതിൻ്റെ അടിഭാഗത്ത് 2 ട്യൂബ് വെച്ച് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പാത്രത്തിൽ നിറയും അല്ലേ. പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ താഴത്തെ ആ ട്യൂബിലൂടെ വെള്ളം അങ്ങനെ താഴ്ന്ന് അടുത്ത പാത്രത്തിലേക്ക് പോകും. ആ പാത്രത്തിൽ നിന്ന് അടുത്ത ട്യൂബ് വഴി അതിൻ്റെ മൂന്നാമത്തെ പാത്രത്തിലേക്കും പോകും അല്ലേ. കുറച്ച് നേരം കഴിയുമ്പം ഈ വെള്ളമെല്ലാം ഒരേ ലെവലിൽ നിൽക്കും. എല്ലാ പാത്രത്തിലും ഒരേ ലെവലിലായിരിക്കും വെള്ളം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് വിധാനം പാലിക്കുക എന്നുള്ള പറയുക. ജലത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. ഓക്കെ, ജലം എപ്പോഴും ഒരേ ലെവലിലായിരിക്കും നിൽക്കുക, ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള. അപ്പോൾ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മൾ വാർത്തകളിലൊക്കെ കാണാറുണ്ട്. എന്തെങ്കിലും ഫാക്ടറികൾ ഒക്കെ നിർമ്മിക്കുന്ന സമയത്ത് ജനങ്ങൾ പ്രക്ഷോഭമായിട്ട് ഇറങ്ങുന്നത്. കാരണം അവർ ഈ ഫാക്ടറികളിലേക്കുള്ള ജലം എടുക്കുന്നത് ആ ഒരു പ്രദേശത്ത് നിന്ന് എന്താണ് ഭൂഗർഭജലമായിരിക്കും എടുക്കുക അല്ലേ. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞ പോലെ ഈ ഭൂമിൻ്റെ അടിയിലും ജലം ഇതേപോലെ തന്നെയാണ്, ഒരേ ലെവലിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ജലനിരപ്പ് കുറയും അല്ലേ. അപ്പം തൊട്ടടുത്തുള്ള പ്രദേശത്ത് നിന്ന് ജലം ഒഴുകിയിട്ട് ആ കുറഞ്ഞ സ്ഥലത്തേക്ക് വന്ന് നിറയും, എന്നിട്ട് ഒരേ ലെവലിലാവും. ഓക്കെ, അതായത് മൊത്തം ഭൂഗർഭജലം ആ പ്രദേശത്ത് കുറയും. ഓക്കെ, അപ്പം നമ്മൾ വിചാരിക്കും ആ കെട്ടിടം ഉണ്ടാക്കി അല്ലെങ്കിൽ ഫാക്ടറി ഉണ്ടാക്കി അവിടുത്തെ ജലമല്ലേ കുറയാന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ ചുറ്റുപാടുള്ള കിണറിലെ വെള്ളമൊക്കെ കുറയും, അല്ലെങ്കിൽ പുഴയിലെ വെള്ളമൊക്കെ കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രദേശം എന്താണ്, വരണ്ടു പോകാനൊക്കെ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എന്താണ് ജലദൗർലഭ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ജനജീവിതത്തെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനത്തെ പ്രക്ഷോഭങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നത്. ഓക്കെ, നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. ജലാശയങ്ങൾ വറ്റുമ്പോൾ സമീപത്തെ വീടുകളിലെ കിണറുകളിൽ ജലനിരപ്പിന് എന്ത് സംഭവിക്കും? ഇതേ കാര്യം തന്നെയാണ്. നമ്മുടെ ചുറ്റുപാടുള്ള ഈ കുളങ്ങൾ പുഴകളൊക്കെ വറ്റുന്ന സമയത്ത് നമ്മുടെ കിണറിലും ജലനിരപ്പ് കുറയും. വ്യവസായശാലകൾ നിയന്ത്രണമില്ലാതെ ജലം എടുക്കുന്നത് ആ പ്രദേശത്തെ ജലലഭ്യതയെ ബാധിക്കും. അത് നമ്മുടെ കിണറിലെ ജലലഭ്യതയും കുറയാൻ കാരണമാവും. ഇനി ഏറ്റവും അവസാനത്തെ വരി നോക്കുക. വിധാനം പാലിക്കുന്നു എന്നത് ജലത്തിൻ്റെ ഒരു സവിശേഷതയാണ്. ഓക്കെ, ഇതിനെയാണ് വിധാനം പാലിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, എല്ലായിടത്തും ജലം എപ്പോഴും ഒരേ കണക്റ്റഡ് ആണെങ്കിൽ അല്ലേ, കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ജല റിസോഴ്സുകളെല്ലാം എന്താണ്, എപ്പോഴും ഒരേ ലെവലിലായിരിക്കും നിൽക്കുക. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെള്ളം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളിടത്തുള്ള വെള്ളം ഒലിച്ച് അങ്ങോട്ടേക്ക് പോകും, എന്നിട്ട് വീണ്ടും ഒരേ ലെവലിൽ തന്നെ നിൽക്കും. അതായത് ആദ്യമുള്ളതിനെക്കാട്ടും ലെവൽ കുറയും. ഓക്കെ, ഇനി അടുത്തത് മഴവെള്ളം സംഭരിക്കുന്നതിന് ചില മാർഗ്ഗങ്ങൾ ചിത്രീകരിക്കുന്നത് നോക്കൂ. മഴവെള്ള സംഭരണി ഉണ്ട്, തടയണ ഉണ്ട്, കയ്യാലുണ്ട്, കിണർ റീചാർജിങ് ഉണ്ട്, പിന്നെ നമുക്കറിയാം മഴക്കുഴികൾ എന്ന് പറഞ്ഞിട്ടും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൂടി ഓർത്തിരിക്കാം. അപ്പോൾ ഇതിനകത്ത് കയ്യാല, തടയണ ഇതൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് ഡൗട്ട് വരുന്ന സംഭവങ്ങൾ. ഓക്കെ, പ്രത്യേകിച്ച് കയ്യാല. ഓക്കെ, കയ്യാല എന്നൊക്കെ പറയുന്ന വാക്ക് ഓർത്തിരിക്കുക. മഴവെള്ള സംഭരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ്. ഇനി അടുത്ത് ജലത്തിൻ്റെ പ്രധാന സവിശേഷതകളാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന്, താപം വഹിക്കുന്നു. ജലത്തിൻ്റെ താപം വഹിക്കാനുള്ള കഴിവ് വളരെ കൂടുതലാണ് അല്ലേ. ഇനി രണ്ടാമത്തത് വിധാനം പാലിക്കുന്നു അല്ലേ, ഒരേ ലെവലിൽ നിൽക്കാനുള്ള ഒരു കഴിവ്. ഇനി അടുത്തത് സാർവിക ലായകമാണ് അല്ലേ, ഏറ്റവും കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിയുന്ന ലായകം, അതുകൊണ്ടാണ് അതിന് സാർവിക ലായകം എന്ന് പറയുന്നത്. ഇനി അടുത്ത നാലാമത്തത് ബാഷ്പീകരിക്കാനുള്ള കഴിവും ഈ ജലത്തിനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മൂന്നാമത്തെ ചാപ്റ്റർ ജലവുമായി ബന്ധപ്പെട്ട് കുറേ പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ അല്ലെങ്കിൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പഠിച്ചു അല്ലേ. ഇതൊക്കെ PSC ചോദിക്കുന്ന ഭാഗങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ പഠിക്കുക. പിന്നെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്